ഡൽഹിയിൽ AI ഉച്ചകോടി പ്രതിഷേധത്തിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിന് ജാമ്യം ലഭിച്ചു. പട്യാല ഹൗസ് കോടതിയാണ് ജാമ്യം നൽകിയത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അരവിന്ദ്, പറയും. ഗുഡ് മോർണിംഗ് SKN. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ് ഇന്നലെ ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ക്രൈംബ്രാഞ്ച് 7 ദിവസത്തെ കസ്റ്റഡി കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ഈ അപേക്ഷ സമർപ്പിക്കുന്നത്. പക്ഷേ മതിയായ കാരണങ്ങൾ, ഈ കസ്റ്റഡി നീട്ടി നൽകുവാൻ മതിയായ കാരണങ്ങളില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡൽഹി പട്യാല ഹൌസ് കോടതിയുടെ ആ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 4 ദിവസമായി ഉദയ് ഭാനു ചിബ് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. കേസ് അന്വേഷണം നിലവിൽ ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ മതിയായ തെളിവുകളില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 50,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉദയ് ഭാനു ചിബിന്റെ പാസ്പോർട്ടും അതുപോലെ തന്നെ ഇലക്ട്രോണിക്, ഈ മൊബൈൽ അടക്കം ലാപ്ടോപ്പ് അടക്കമുള്ള വസ്തുക്കൾ കോടതിയിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉദയ് ഭാനു ചിബ് അടക്കം 14 പേരെയാണ് ഇതുവരെ ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതേസമയം ചിബിന് മാത്രമാണ് ഇതുവരെ ജാമ്യം ലഭിച്ചത്. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് തുടരുന്നു. കാരണം വലിയ ഗൂഢാലോചന AI ഉച്ചകോടിയിൽ ഉണ്ടായ പ്രതിഷേധത്തിൽ നടന്നു എന്നതാണ് ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ചിബിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഈ കസ്റ്റഡി നീക്കാൻ മതിയായ കാരണങ്ങളില്ല എന്നതാണ് ഡൽഹി പട്യാല ഹൌസ് കോടതിയും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിബിന് ജാമ്യം അനുവദിച്ചത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.